ലോകരാജ്യങ്ങളിൽ ഞെട്ടിയിരിക്കുന്നു. ഒരു സ്വതന്ത്ര രാജ്യത്ത് അമേരിക്ക സൈനികമായി ഇടപെട്ടിരിക്കുന്നു. ഇത് യുദ്ധത്തിന്റെ തുടക്കമാണോ, അല്ലെങ്കിൽ എണ്ണക്കായുള്ള മറ്റൊരു തീക്കളിയാണോ അമേരിക്കയുടേത്? നിക്കോളാസ് മദുറോ കൊല്ലപ്പെട്ടോ എന്ന സംശയം പോലും നിലനിൽക്കുന്നു. മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കയുടെ ഭീകരവിരുദ്ധ സേന എന്ന് പറയുന്ന ഭീകരരുടെ സേനയായ ഡെൽറ്റ ഫോഴ്സ് ആണത്രേ മദുറോയെ ആക്രമിച്ചു കൊണ്ടുപോയത്. ഒരു പരമാധികാര രാജ്യത്തെ പ്രസിഡന്റിനെ ആ രാജ്യത്ത് അതിക്രമിച്ചു കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അമേരിക്കയിൽ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും ഭാര്യയെയും വിചാരണ തടവുകാരായി ജയിലിലടക്കുകയും ചെയ്യുക എന്ന അതിഭീകരമായ കുറ്റകൃത്യമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ലോക നീതിന്യായ കോടതി അമേരിക്കയ്ക്കൊന്നുമല്ല. ഐക്യരാഷ്ട്രസഭയെ അമേരിക്ക അടക്കം പല രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല. ശിലായുഗത്തിലെ അതേ നീതിന്യായ വ്യവസ്ഥ, ശക്തിയുള്ളവൻ ശക്തിയില്ലാത്തവനെ കീഴ്പ്പെടുത്തുന്ന അന്നത്തെ അതേ കാഴ്ച. ഇറാനും അമേരിക്കയുടെ തീക്കളിയെ നിശിതമായി വിമർശിക്കുന്നുണ്ടെങ്കിലും സായുധമായി എതിർക്കാൻ ആരും തയ്യാറല്ല എന്നതാണ് കഥയിലെ വൈരുദ്ധ്യം. അമേരിക്ക പറയുന്നു വെനിസ്വേലയുടെ ഭരണം ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന്. എന്നാൽ വെനിസ്വേലൻ സുപ്രീം കോടതി വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റായി അവരോധിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രതിപക്ഷമാവട്ടെ അടുത്ത അധികാരത്തിന് അവകാശികൾ ഞങ്ങളാണ് എന്ന് വാദിക്കുന്നു. എന്നാൽ ആർക്കും സ്വന്തം രാജ്യത്തോട് കൂറില്ല. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുപോയ അമേരിക്കയോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്നതിനെ കുറിച്ചല്ല അവരാരും ചിന്തിക്കുന്നത്. എങ്ങനെ അധികാരം നേടിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്. അമേരിക്കയുടെ വെനിസ്വേലൻ ആക്രമണവും മദുറോയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചതും യാദൃശ്ചികമല്ല. അതിന് ആസൂത്രിതമായ പദ്ധതികളും ലക്ഷ്യങ്ങളുമുണ്ട്. നേരത്തെ തന്നെ മദുറോയോട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യം വിടാൻ അന്ത്യശാസനം നൽകിയിരുന്നു. മദുറോയെ നിഷ്കാസനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കരീബിയൻ കടലിൽ സേനാവിന്യാസവും നടത്തിയിരുന്നു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ തലവന്റെ തലക്ക് $50 മില്യൺ അമേരിക്ക എന്ന മുതലാളിത്ത രാജ്യത്തെ മുതലാളി ഇനാമായി പ്രഖ്യാപിച്ചത്. ലോകം അമേരിക്ക എന്ന അച്ചുതണ്ടിലാണെന്ന് വിളിച്ചു പറയുന്ന വിളംബരമായിരുന്നു അത്. ഇന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക വെനിസ്വേലയിൽ സൈനിക ആക്രമണം നടത്തിയെന്നാണ്. അമേരിക്ക പറയുന്നത് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ ജനാധിപത്യം തകർത്തിരിക്കുന്നു, രാജ്യം മയക്കുമരുന്ന് മാഫിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നാണ്. പക്ഷേ വെനിസ്വേലയുടെ മറുപടി കടുത്തതായിരുന്നു. ഇതിന് അമേരിക്കയുടേത് ഒരു തുറന്ന സൈനിക ആക്രമണമാണ്, അത് ഞങ്ങളുടെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. വെനിസ്വേലയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ സംഭരണ ശേഷിയുണ്ട്. അത് അമേരിക്കൻ നിയന്ത്രണത്തിന് അതീതവുമാണ്. അതുകൊണ്ടാണ് വർഷങ്ങളായുള്ള ഉപരോധവും ഇപ്പോഴത്തെ നേരിട്ടുള്ള ആക്രമണവും എന്നാണ് വെനിസ്വേലയുടെ ആരോപണം. റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങൾ ഇതിനെ ശക്തമായി അപലപിക്കുമ്പോൾ ഉദിച്ചുയരുന്ന ചോദ്യം ലാറ്റിൻ അമേരിക്ക വീണ്ടും അസ്ഥിരമാകുമോ, എണ്ണവില കുതിക്കുമോ എന്നതാണ്. എന്തായാലും ലോകം കടുത്ത ആശങ്കയിലാണ്. ഇത് ജനാധിപത്യത്തിന്റെ തകർച്ചയോ സർവാധിപത്യത്തിന്റെ തുടർച്ചയോ? ഉത്തരം നിങ്ങൾ പറയൂ. അഭിപ്രായം പറയാനെങ്കിലും നാം സ്വതന്ത്രരാണെന്ന ബോധമെങ്കിലും നമുക്കുണ്ടാവണം.